കാരണം ഈ WHO അന്താരാഷ്ട്ര ആരോഗ്യ സംഘടന, അവർ ലോകാരോഗ്യ സംഘടന, അവർ ഒരു ഈ പറയുന്ന പോലെ ഒരു അടിയന്തരാവസ്ഥ, ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പറയുന്നുണ്ട്. എന്താണ് എബോള? അത് വ്യാപനം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത്. ഇത് നമ്മൾ നേരത്തെ വാർത്തകൾ വന്നതുപോലെ നമ്മുടെ ഈ കൊറോണ വൈറസ് പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഹാൻഡ വൈറസ് എന്ന് പറഞ്ഞൊരു കപ്പലിൽ ഇതേപോലെ പുതിയ കഥാപാത്രമല്ല, ഇത് ഇത്തിരി പഴയ കഥാപാത്രമാണ്. 1976 ഈ വൈറസ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത്. ഇതതിൻ്റെ 17ാമത് വ്യാപനമാണ്. അപ്പോൾ പല ഘട്ടങ്ങളിൽ പല തവണയായിട്ട് ഇത് 1976 അന്നാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് 15,000-ഓളം പേർ ഈ അസുഖം ബാധിച്ച്, ഇതിൻ്റെ വൈറസ് ബാധിച്ച് മരിച്ചു എന്നുള്ളതാണ് കണക്ക്. ഇതിൻ്റെ ഏറ്റവും രൂക്ഷമായ തീവ്രതയുണ്ടായിരുന്നത് 2018-20 കാലയളവിലാണ്. അവിടെ ഏതാണ്ട് 2300-ഓളം പേരാണ് മരിച്ചത് ആ ഒരു കാലത്ത് മാത്രം, ഏറ്റവും തീവ്രതയുള്ളത്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു തരംഗം, 17ാമത്തെ പടർന്നു പിടിക്കൽ, അതുമായി ബന്ധപ്പെട്ട രോഗവ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് മറ്റേ കോങ്കോയുടെ കിഴക്കൻ ഇതൂരി എന്ന് പറയുന്ന, കിഴക്കൻ മേഖലയിലെ ഇതൂരി എന്ന് പറയുന്ന പ്രവിശ്യയിലാണ്. ആഫ്രിക്കൻ രാജ്യമാണ്. കോങ്കോ ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പോൾ ഇതുവരെ അവിടെ 246 പേർക്കാണ് ഈ അസുഖം രോഗലക്ഷണങ്ങളോടെ കണ്ടെത്തിയിട്ടേക്കുന്നത്. അവർ ചികിത്സയിലുണ്ട്. 80 പേര് മരിച്ചതായിട്ടാണ് വിവരം. അപ്പോൾ ഇതൊരു വൈറസ് ബാധയാണ്. 3 തരം വൈറസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ട ഈ വൈറസിന് ബുന്തി ബുഗിയോ, അതായത് ആ സ്ഥലപ്പേര് ചേർത്താണ് ആ വൈറസിന്റെ പേരിടുക. ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക്, ബുന്തി ബൂഗിയോ ആ സ്ഥലപ്പേരാണ്. ആ പ്രദേശത്ത് ആണ് ഇത് ആദ്യം സ്ഥിരീകരിച്ചതായിരിക്കണം. അപ്പോൾ ആ സ്ഥലപ്പേര് വെച്ച് ഉള്ള ഈ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതാണ്. ഇതിന് മരുന്നില്ല. ലക്ഷണങ്ങൾ വെച്ചുള്ള ചികിത്സ, ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ കൊറോണയ്ക്കും മരുന്നുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ പിന്നീടല്ല വാക്സിൻ വന്നു. രോഗലക്ഷണങ്ങൾക്ക് ചികിത്സ കൊടുക്കുക, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇത് അതിമാരകമാണ്. ഈ അസുഖം വന്നതിൽ 50% പേരും മരിച്ചതായിട്ടാണ് നിലവിലെ ഇതുവരെയുള്ള കണക്കനുസരിച്ച്. ഈ അസുഖം ആർക്കൊക്കെ വന്നിട്ടുണ്ടോ അത് മരിച്ചിട്ടുണ്ട്. 3 തരം വൈറസ് ഉണ്ട്. അതിൽ 2 എണ്ണം പ്രശ്നമല്ല, അതായത് മനുഷ്യരിൽ നിന്ന് 3 വകഭേദങ്ങളുണ്ട്. അതിൽ ഈ ബുന്തി ബുഗിയോ എന്ന് പറയുന്നതാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായ വൈറസ്. ഇനി ഏറ്റവും വലിയ പ്രശ്നം, ഈ അസുഖം, ഈ വൈറസ് നമ്മുടെ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞേ ഇത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ. അതായത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. വേഗത്തിൽ പടരുന്നതാണ്. അതായത് നമുക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ 21ാമത്തെ ദിവസത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് മുൻകൂട്ടി അതിനെതിരെ പ്രതിരോധിക്കാനൊന്നും മാർഗ്ഗമില്ല. ലക്ഷണങ്ങൾ കാണുമ്പോൾ ചികിത്സിക്കാന്നല്ലാണ്ട് നിവൃത്തിയില്ലാത്തൊരവസ്ഥ. നമ്മൾ സാധാരണ കേട്ടും പരിചയിച്ച പോലെ തന്നെ പഴന്തീനി വവ്വാലുകളാണ് ഇതിലെയും വില്ലൻ. അപ്പോൾ അവരിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തപ്പെട്ട ഒരു വൈറസാണ് ഇവിടെ. പിന്നെ ഇത് ഇപ്പോൾ നിലവിൽ ഈ എബോള നമ്മുടെ കോങ്കോയിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കൊറോണ പോലൊരു മഹാമാരി എന്നൊക്കെ പറയൂലേ, പാൻഡമിക്, അതിൻ്റെ ഇംഗ്ലീഷ് അതാണ്, അങ്ങനെ ആ ഒരു കാറ്റഗറിയിലല്ല. പക്ഷേ ഇത് സാധ്യതയുണ്ട്. കാരണം ഇത് കോങ്കോയിൽ മാത്രമല്ല, കോങ്കോയിലെ പരിസര രാജ്യങ്ങളിലേക്ക് ഇത് പടർന്നതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉഗാണ്ട തൊട്ടടുത്ത രാജ്യമാണ്. അവിടെ 2 പേര് ഈ അസുഖം സ്ഥിരീകരിക്കപ്പെട്ടു. അതിൽ ഒരാൾ 59 വയസ്സുള്ള ഒരാൾ മരിച്ചു എന്നുള്ള സ്ഥിരീകരണമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ കോങ്കോ എന്ന് പറയുന്നത് ഒരു ദരിദ്ര മേഖലയാണ്. ഈ അസുഖം പടർന്നു പിടിച്ചിരിക്കുന്ന ഈ അസുഖം പടർന്നു പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തിന് വേണ്ടി ഖനനം നടക്കുന്ന ഖനിത്തൊഴിലാളികൾ അതേപോലുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവര് ഉപജീവനാർത്ഥമോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ നാട്ടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് താരതമ്യേന ഈ നമ്മുടെ സാധാരണ പകർച്ചപ്പനി പോലെ പടരില്ല. പക്ഷേ ഈ അസുഖം ബാധിച്ചവരുമായിട്ടുള്ള അടുത്ത ഇടപഴകൽ, അവരുടെ ശരീരദ്രവങ്ങൾ, ശാരീരിക ബന്ധം, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ അസുഖം പടരുക. ഇത് കൂടാതെ അവിടുത്തെ പ്രാദേശിക ആചാരപ്രകാരം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ശരീരം കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം
അതിലൂടെ അതായത് ചിലപ്പോൾ പനി ബാധിച്ച് മരിച്ചതാണെന്നുള്ള ധാരണയിൽ ഇവരെ ഈ മൃതദേഹം കുളിപ്പിക്കുന്ന അതായത് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി തയ്യാറെടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ അസുഖം പടർന്നത് എന്നുള്ളതാണ് പൊതുവെയുള്ള കണ്ടെത്തൽ. അപ്പം നിലവിൽ ഈ കോങ്കോയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ വെറും പാവങ്ങളാണ്, സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആരോഗ്യ സംവിധാനമൊക്കെ വളരെ പരിമിതമാണ്. ഇല്ല, മരുന്നില്ല. ഇതിന്റെ ചില ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഇത് അസുഖം വന്നു കഴിഞ്ഞാൽ പനി ഉണ്ടാകും, മസിലുകൾക്ക് വേദന, ക്ഷീണം, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം. ഇനി ഈ രോഗം മൂർച്ഛിക്കുന്ന അവസരത്തിൽ അസഹ്യമായ ചൊറിച്ചിലും രക്തസ്രാവവും ഉണ്ടാവും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ ഏതാണ്ട് മോശമായി മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ കോങ്കോയിൽ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 246 പേർക്ക് രോഗലക്ഷണം കണ്ടതിൽ 8 പേരുടെ പരിശോധനാ ഫലം ലാബോറട്ടറിയിൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കോങ്കോയിലെ 3 മേഖലകളിലാണ് ഈ രോഗവ്യാപനം കണ്ടെത്തിയേക്കുന്നത്. 3 സോണുകളായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ മരണവും അടക്കമുള്ള സംഗതികളൊക്കെ വന്നേക്കുന്നത്. ഈ പറയുന്ന മേഖലയിൽ ഒരു 6 അമേരിക്കൻ പൗരന്മാർക്ക് ഈ രോഗലക്ഷണം കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് സംശയിക്കുന്നുമുണ്ട്. മൊത്തം 7 പേര്. അപ്പോൾ ഇവരെ അമേരിക്കക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ പൗരന്മാർ എന്തൊരു അപകടത്തിൽപ്പെട്ടാലും അവരെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് മാറ്റും. അപ്പോൾ ഇവരെ കോങ്കോയിൽ നിന്ന് ജർമ്മനിയിൽ അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ ചികിത്സിപ്പിക്കാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതേ നേരത്തെ പറഞ്ഞ ആരോഗ്യ പ്രശ്നം, കടുത്ത പനി, തൊണ്ടവേദന, അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ചികിത്സിക്കുക. ഈ പറയുന്നയാളുടെ ഭാഗ്യവും രോഗപ്രതിരോധ ശേഷിയും അനുകൂലമായ ശരീരത്തിന്റെ ശേഷി അതെ അങ്ങനെയാണെങ്കിൽ റിക്കവർ ആകും എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകാരോഗ്യ സംഘടന കൊടുത്തിരിക്കുന്ന നിർദ്ദേശപ്രകാരം ആർക്കെങ്കിലും ഈ രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവരെ ഇതേപോലെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചികിത്സിപ്പിക്കുക. അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ഒരവസ്ഥയിൽ അവരെ 48 മണിക്കൂറിനുള്ളിൽ 2 തവണ അവരുടെ സ്രവ പരിശോധനയും രക്തപരിശോധനയൊക്കെ നടത്തി ഫലം നെഗറ്റീവ് ആണെന്ന് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ അവരെ എന്താ പറയുക ഇതിൽ നിന്നും മുക്തമാകുള്ളൂ. അല്ലാത്ത പക്ഷം ഇവരെ ഐസൊലേറ്റ് ചെയ്യണം. അതായത് ഇവരെ മറ്റുള്ളവരെ സാമൂഹ്യ സമ്പർക്കത്തിൽ നിന്ന് മാറ്റി നമ്മൾ ക്വാറന്റൈനിലൊക്കെ വെക്കില്ല, അതേപോലെ വെക്കണം എന്നുള്ളതാണ്. പിന്നെ ലോകാരോഗ്യ സംഘടന ഒരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. ഈ കൊറോണയുടെ സമയത്ത് നമ്മൾ ഈ അതിർത്തികൾ അടച്ച് വ്യാപനം തടയാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമില്ല. അങ്ങനെ അതിർത്തികളൊന്നും അടച്ചു വെക്കണ്ട, അങ്ങനെയുള്ള നിർദ്ദേശമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അമേരിക്ക ഇത്തരം സ്ഥലങ്ങളിലോട്ട് പോകുന്നതിന് അവർക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അവരുടെ പൗരന്മാർക്കൊക്കെ ഒരു ട്രാവൽ അലർട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ പൗരന്മാരാരും ഈ മേഖലകളിലേക്ക് പോകരുത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ എബോള എന്ന് പറയുന്ന വൈറസ് കരുതിയിരിക്കുക. കാര്യം ഇത് ആഗോളവൽക്കരണത്തിന്റെ കാലമാണല്ലോ, ലോകം വിശാലമാണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, സ്വാഭാവികം. കൊറോണയുടെ കാലത്ത് നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത്. പിന്നെ എവിടെയൊക്കെ പോയി നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇതേപോലെ ഇങ്ങനൊരു സാധ്യത ഉണ്ടായാൽ നമ്മളും തയ്യാറെടുത്തിരിക്കുക എന്നല്ലാണ്ട്, കാരണം ഇത് ആഫ്രിക്കൻ നാടുകളിൽ പിന്നെ ചില ഗൂഢാലോചന സിദ്ധാന്തക്കാരൊരു കാര്യം കൂടി പറയും, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്തരം പാൻഡമിക്കുകൾ അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുക രോഗങ്ങൾ ഇതെല്ലാം സാധാരണഗതി ഏതെങ്കിലും ദരിദ്ര നാരായണന്മാരുള്ള ആഫ്രിക്കൻ നാടുകളിലാണ് അല്ല സാധാരണ റിപ്പോർട്ട് ചെയ്യപ്പെടും. അതിന്റെ പിന്നില് ചില വമ്പൻ രാഷ്ട്രങ്ങളിലെ മരുന്ന് കമ്പനികൾക്ക് ചില താല്പര്യങ്ങളുണ്ട് എന്ന് പറയാം. കാരണം അവരുടെ മരുന്നുകൾ പരിശോധിക്കാനുള്ള 1-ാം തരം ലാബായിട്ട് ഈ അസുഖബാധിത കേന്ദ്രങ്ങൾ മാറുന്നുണ്ട് എന്നൊരാക്ഷേപമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത്തരം പാവങ്ങളുടെ ഇടയിൽ മാത്രം ഇത്തരം അസുഖങ്ങൾ? പ്രേം, അങ്ങനെയാണെങ്കിൽ 1976 ആദ്യം കാണുന്നു. ഇത് 17 തവണ ലോകത്ത് വന്നുപോയി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഈ പറയുന്ന ഗൂഢപദ്ധതിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിരന്തരമായ ഇതുവരെ ഇതിന്റെ മരുന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ. നിരന്തരമായ മരുന്ന് പരീക്ഷണങ്ങൾ, ഈ അസുഖം മാത്രമല്ല പല അസുഖങ്ങൾക്കുള്ള മരുന്ന് പരീക്ഷണങ്ങളുടെ വേദിയാണ് വാസ്തവത്തിൽ ഇത്തരം അസുഖങ്ങൾ. ഇപ്പൊ കൊറോണ പടർന്നു പിടിച്ചപ്പോൾ തന്നെ വാക്സിൻ നേരിട്ട് മനുഷ്യരിൽ പരീക്ഷിച്ചു എന്നൊക്കെയല്ലേ ആക്ഷേപമുള്ളൂ. അപ്പൊ അതേപോലെ വലിയൊരു സാധ്യതയാണ്. അതും ഞാൻ പറഞ്ഞു, ഇത് ഗൂഢാലോചന സിദ്ധാന്ത പ്രകാരമുള്ള ഒരു സംഗതി കൂടിയാണ്. വാർത്തകൾ വരുന്നുണ്ട്. അല്ല, അങ്ങനെ അതില് നമുക്ക് പൂർണ്ണമായിട്ട് അതിൽ നിഷ്കളങ്കമായി തള്ളിക്കളയാനും പറ്റില്ല. സാധ്യതയുണ്ട്.